പ്രകൃതി സ്നേഹികളെയും സാഹസിക സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന കക്കാടംപൊയിൽ അതിന്റെ വശ്യ മനോഹാരിത കൊണ്ട് വിനോദസഞ്ചാരികൾക്കിടയിൽ ശ്രദ്ധേയമാവുകയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം തൊട്ടറിഞ്ഞ് ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിലൂടെ സഞ്ചരിച്ച മലബാറിലെ ടൂറിസം കേന്ദ്രമായ കക്കാടംപൊയിൽ വാളംതോട്ടിലെത്തും. നിലമ്പൂരിൽ നിന്നും 21 കിലോമീറ്ററും കോഴിക്കോട് നഗരത്തിൽ 48 കിലോമീറ്റർ സഞ്ചരിച്ചും കക്കാടംപൊയിലേക്കെത്താം. ഏകദേശം 2800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം തെളിഞ്ഞ നീർച്ചോലകളും കോടമഞ്ഞാൽ മൂടിയ മലനിരകളും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും കൊണ്ട് വിനോദസഞ്ചാരികൾക്കിടയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ചെറിയ അരുവികളും പാറക്കെട്ടുകളെ തഴുകിയെത്തുന്ന പ്രകൃതിയുടെ വരദാനമായ തോടുകളും കക്കാടംപൊയിലിനെ മനോഹരമാക്കുകയാണ്. നോക്കത്ത ദൂരത്ത് തലയുയർത്തി നിൽക്കുന്ന 12000-3000 വനമേഖലകളെ തഴുകി നീങ്ങുന്ന മേഘങ്ങൾ ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് പോലെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായൊരിടം തേടുന്നവർക്ക് കക്കാടംപൊയിൽ ഒരു നവ്യാനുഭവമാണ് സമ്മാനിക്കുക. മലപ്പുറം ജില്ലയിൽ നിന്നും തമിഴ്നാട് ഗൂഡല്ലൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവരും നിലമ്പൂർ അകമ്പാടം വഴിയാണ് ഇങ്ങോട്ടെത്തുക. മൂലേപ്പാടം മുതൽ വാളംതോട് വരെയുള്ള യാത്രയിലെ കാഴ്ചകളും മനോഹരമാണ്. കുറുവൻ പുഴയുടെ ഓരം ചേർന്നുള്ള യാത്ര. ഇതിനിടയിൽ 3000 അടി ഉയരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മാണിക്യൻമുടി, 12000 വനത്തിലൂടെ ഒഴുകിയെത്തുന്ന അരുവികൾ എല്ലാം കാഴ്ചയുടെ വിസ്മയങ്ങളാണ്. അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടും വിമാനത്താവളം കരിപ്പൂരുമാണ്. സാഹസികത താൽപ്പര്യമുള്ളവർക്ക് ചുറ്റുമുള്ള മലനിരകളിലേക്ക് ട്രക്കിംഗ് നടത്താനുള്ള അവസരങ്ങളുമുണ്ട്. കക്കാടംപൊയിലിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും അതിന്റെ വശ്യമായ അന്തരീക്ഷത്തിൽ മുഴുകാനും നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. ഇവിടുത്തെ വാട്ടർ തീം പാർക്കും കോഴിപ്പാറ വെള്ളച്ചാട്ടവും പഴശ്ശിരാജ ഗുഹയും കുരിശുമലയുമെല്ലാം വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടങ്ങളായി മാറിയിരിക്കുകയാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.